ചേഞ്ച് ചെയ്യണ്ടേ? പെട്ടെന്ന് നാട്ടിൽ നിന്ന് ചില ഗസ്റ്റ് വന്നു. ദിസ് ഈസ് ഓക്കെ ഫോർ യു? എന്താ പ്രശ്നം? മമ്മിയുടെ വല്ല വിസിറ്റേഴ്സും ആണോ? ഒരു വിസിറ്റർ സ്ഥിരമായിരിക്കുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന മമ്മിയുടെ പറച്ചിൽ. ഞാൻ ദീപാവലിക്ക് നാട്ടിൽ പോകുന്നു. അപ്പൊ ഫ്ലാറ്റിന്റെ താക്കോല് തന്നേക്കാം. തനിച്ച് കുറച്ചു ദിവസം ഇരിക്കണമെങ്കിൽ ഇവിടെ കൂടിക്കോ. അതുകൊണ്ട് തീരില്ലല്ലോ പ്രോബ്ലം. നിനക്കും ലീവില്ലേ? നാട്ടിലേക്ക് വാ, ഒരു ഹാഫ് മലയാളിയായിട്ട്. നീ ഇതുവരെ കേരളം കണ്ടിട്ടില്ലല്ലോ. മോശം. പപ്പ കൊണ്ടുപോകാന്ന് പലപ്പോഴും പറഞ്ഞു. തനി മലയാളി ഫാമിലിയായി ഗ്രാൻഡ് ഫാദർ മുമ്പ് ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തി ഒരു സർപ്രൈസ് ഉണ്ടാക്കണമെന്ന് ഇടയ്ക്കൊക്കെ പറയും പപ്പ. ഒന്നും നടന്നില്ല. നേരെ ഒരുപാടായി. നീ കിടന്നോ. Oh, here you are, Miranda. Where's Mummy? Busy shopping. Oh. What's the hurry? Come on, take it Let me easy. go. Come on, give me a kiss. Let me go. You're sweet. You said you my daddy. Your father was a Malayali bastard. Leave me. I'll kill you. You bloody Madrasi bitch. Say one word against my father, I'll kill you. സെറ്റും കൊണ്ട് കൊടുത്താലാവും ചേച്ചിക്ക് ഭംഗി. കുട്ടി വരണുണ്ടോ കുളിക്കാൻ? എനിക്കിവിടെ 100 വട്ടം പണിയുണ്ട്. വാ. Morning. I am sorry. Forget it. എത്ര കാലായി തുടങ്ങിയിട്ട്? Hey. കഞ്ചാവ് മാത്രമാണോ അതോ അതിലും സ്ട്രോങ് ആയി വേറെയും പലതും ഉണ്ടല്ലോ? ഏത് സ്റ്റേജിലെത്തി? ഞാനങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയാറ്. ഒരു തമാശയ്ക്ക് തുടങ്ങും, പിന്നെ ആ നേരം വന്ന ക്രേവിംഗ് തുടങ്ങും. ശരിയല്ലേ? ആ നേരത്ത് സ്വയം ഫൈറ്റ് ചെയ്യണം. ഇറ്റ്സ് എ ഫൈറ്റ്. പുസ്തകങ്ങളോ മ്യൂസിക്കോ അങ്ങനെ വേറെ എന്തിലേക്കെങ്കിലും മൈൻഡ് ഡൈവേർട്ട് ചെയ്യണം. എന്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനാരാ ഉപദേശിക്കാല്ലേ? ഒന്നുമില്ല. അല്ല, പറയൂ. സന്ദേഹം ഒഴിഞ്ഞേവം വാസുദേവ എല്ലാരും കണ്ടു. ഇനി അവൾക്ക് പോയിക്കൂടെ? അച്ഛൻ എന്ത് വിചാരിച്ചാലും ശരി, പന്നിയിറച്ചിയും പശുയിറച്ചിയും ഒക്കെ തിന്നുന്ന ആൾക്കാർ വീട്ടിനകത്ത് പെരുമാറുന്നത് എനിക്ക് ഇഷ്ടാവണില്ല. പിടിച്ചു പുറത്താക്കണമെന്നാണോ നീ പറയണേ? അങ്ങനല്ല, കുറച്ച് മയത്തിൽ പറയണം. എടി, നീ ആ മുഖത്ത് ശരിക്കും നോക്കിയോ? ഉറവശിയായിരിക്കും. മിളയച്ച അതുകൾക്ക് കുറച്ച് നിറം കൂടും. വേറെന്താ? മരിച്ചുപോയുള്ള തൽ സ്വരൂപം കിട്ടിയിരിക്കണത് അവക്കാ. നിന്റെ അമ്മയുടെ അതേ കണ്ണും മൂക്കും. ആ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോണമെന്ന് ഞാൻ ആട്ടണമെന്നാണോ നിന്റെ കൽപ്പന? അച്ഛന് മനസ്സിലാവും. ഞാനിപ്പോഴൊന്നും പറയണില്ല. എപ്പോഴെപ്പോഴും എന്റെ മുടി മൊട്ടയടിക്കും. സാരില്ല, ഇപ്പൊ ഇതാ ഫാഷൻ. അമ്മേ, ഞാൻ ചേച്ചിയുടെ കൂടെ പുറത്തു പോട്ടെ? എവിടേക്കും പോണ്ട. ബസ് വന്നിട്ട് മുത്തച്ഛന്റെ അടുത്ത് പോയിരുന്നു അരങ്ങാണ്ട്. സുഖമില്ലാത്ത കുട്ടിയാണ്, അതറിയില്ലേ? തളത്തിലെ അലമാരിൽ ഇതിന്റെ ഗുളിക ഇരിപ്പുണ്ട്, പോയെന്നെടുത്ത് കഴിച്ചോ. സൂക്കടാണെന്ന് എപ്പോഴും പറയുന്ന എന്തിനാ? എന്നും അവിടെ രോഗിയായി കാണുന്നതാണ് ആഗ്രഹം. വിവരക്കേട് ഇങ്ങനെ ഉണ്ടാവോ? എനിക്ക് വരമ്പെത്തിക്കാനാണോ നീ ഇപ്പൊ എഴുന്നള്ളിരിക്കണ? ഏയ്, ആശക്കുട്ടിയുടെ ഒരു ഇഷ്ടം തോന്നിയോണ്ട് സത്യം പറഞ്ഞു പോയതാ. ക്ഷമിക്കണം അച്ഛൻ പെങ്ങളെ. വിളി ശരിയല്ലേ?
ഹിന്ദു മാരേജ് ആക്ട് 1955, ഹിന്ദു സെക്ഷൻ ആക്ട് 1956. വക്കീലിനെ കണ്ടോ? വക്കീലില്ല, ഗുമസ്തൻ ഉണ്ടായിരുന്നു. നാളെ വീണ്ടും ഒന്ന് പോയി നോക്കണം. ഈ 2 പുസ്തകം ഒന്ന് കിട്ടിയാൽ നമുക്ക് തന്നെ അറിയാവുന്നേ ഉള്ളൂ. ബിസിനസ് നടത്തിയ വൈഭവം ഞാൻ കുറെ കണ്ടതാ. ഇനിയിപ്പോ നിയമം പഠിച്ചിട്ട് ഞങ്ങളെ പെരുവഴിയിലാക്കണമെന്നാവും. ഒന്നുമില്ല, നീയും ചിലപ്പോ ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കാറ്. ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുമ്പോ വെറുതെ ഇങ്ങനെയൊക്കെ കാട്ടുമല്ലേ? സൂക്കേടില്ലാതെ. ഞാൻ വെറുതെ ഒന്നും കാട്ടിയിട്ടില്ല. കാണുന്നവർക്ക് പേടിയാവില്ലേ വലിയ കുട്ടിയായിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ച? ഞാൻ വെറുതെ കാട്ടുമല്ല. ഒരു സൂക്കടുമില്ല ആശക്കുട്ടിക്ക്. സൂക്കടുകാരിയാണെന്നറിഞ്ഞ സ്റ്റൈലുള്ള പിള്ളേരാരും കല്യാണം കഴിക്കാൻ വരില്ല. വാ, ആശക്കുട്ടിക്ക് വേണ്ടിയും ചേച്ചി ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി ഒരു അസുഖവും വരില്ല. നടന്നോ, അമ്മ ബഹളം കൂട്ടാൻ തുടങ്ങണ്ട. ഇനി ഒന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ചു കഴിഞ്ഞ് മടങ്ങും. ഓട്, കാണട്ടെ. കുന്നത്തൊരു കുന്നിലുദിച്ചു പൊന്നിന്റെ ചെമ്പഴുക്ക, കൂണെല്ലാം കുമിളെല്ലാം കുടചൂടി പോവുന്നു. കുന്നത്തൊരു കുന്നിലുദിച്ചു പൊന്നിന്റെ ചെമ്പഴുക്ക, കൂണെല്ലാം കുമിളെല്ലാം പോകുന്നു. പുഴയായ പുഴയെല്ലാം. അത് സിംഗപ്പൂരുള്ള ഒരു കൂട്ടരുടെ വീടാ. ടെലിവിഷനൊക്കെ ഉണ്ടത്രേ. നേരം പോവാൻ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്താം. വേണ്ട, സമയം പോരാത്ത വിഷമാവും ഇനി എനിക്ക്. ചികിത്സ കുറച്ച് തുടങ്ങി. അനിൽ, ആശക്കുട്ടി രോഗികൾ 2 ആളിപ്പോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ചികിത്സ വേണ്ടാത്ത ഒരാളേ ഉള്ളൂ എൻ്റെ ഫാമിലിയില്, അച്ഛൻ. ഞാനോ? എനിക്കും വല്ല രോഗമുണ്ടോന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഭഗവാനെ? ഒരു മഹാരോഗം അടുത്ത് പിടികൂടാൻ നിൽക്കുന്നുണ്ട്. അതാ പെട്ടെന്ന് അറിയില്ല. അതിന് ചികിത്സയുണ്ട്, പേടിക്കണ്ട. ഞാനൊക്കെ ഒന്ന് കാണാനാ. ഇവിടെ സ്ത്രീകളൊക്കെ പോകുന്ന സ്ഥലമല്ലേ? നമ്പൂരി, എല്ലാരും ഇങ്ങോട്ട് വരിക. സാറില്ല, ഒരു 500 ഉറുപ്പിയുടെ ചെലവുണ്ട് ശുദ്ധി കലശത്തിന്. അതിനെന്താ തങ്കപ്പൊടി പൂത്ത കാശ് തലക്കിൽ വെച്ചല്ലേ കിടക്കണേ? അങ്ങോട്ട് ചെലവാക്കട്ടെ. നമ്പൂരി, ശുദ്ധി കലശത്തിന് കമ്മിറ്റി എത്ര ഉറുപ്പിക നിശ്ചയിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തായി പറയുന്നത്? എന്തുവാണോ? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ഹിന്ദുവാണോ? ഈ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നാണ് ബോർഡിൽ. ശ്രീകോവിലിൽ കയറിയിട്ടൊന്നുമില്ലല്ലോ. സോറി, ഞാൻ സാറില്ല, ഒരു 501 ഉറുപ്പിക അടച്ച് രസീത് വാങ്ങിച്ചോളൂ. തൃപ്പടി വരെ പോവാലോ? അല്ല, ഇവിടം വരെ കയറിയ തന്നെ നിയമപ്രകാരം അശുദ്ധായി. തൃപ്പടി 500 മതിയിടോ ലേലം വിളി. കം, ലെറ്റ് ദം ആർഗ്യൂ ഇറ്റ് ഔട്ട്. എല്ലാ ഭാഷകളിലും ആ ബോർഡ് എഴുതി വെക്കേണ്ടതായിരുന്നു. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. എന്റെ വീട്ടുകാർക്ക് മുമ്പ് പുറത്ത് നിൽക്കാനേ പാടുള്ളൂ. അത് മാറി. ഇതും ചിലപ്പോ മാറിയേക്കും കുറെ കഴിയുമ്പോ. ഞാൻ കുട്ടിക്കാലത്ത് പപ്പയുടെ കൂടെ അമ്പലത്തിൽ പോവും. സൺഡേസ് ചർച്ചിലും പോവും. ഞാൻ മടങ്ങാം. വരുന്നില്ലേ? വാസന്തയെ കാണണ്ടേ? വാട്ട്സ് ദിസ്? അവിടെ എനിക്ക് പ്രവേശിക്കാമോ എന്നത് മറ്റൊരു പ്രോബ്ലം.
നിങ്ങൾ രണ്ടാളും സീരിയസ് ആണെങ്കിൽ പിന്നെന്ത് പ്രോബ്ലം? ഡു ഇറ്റ്. ഞാൻ സീരിയസ് ആണ്. സ്വയം അനലൈസ് ചെയ്ത് നോക്കി. വെറും ഒരു കമ്പമല്ല എന്ന് ബോധ്യമായി. സീരിയസ് ആണ്. എങ്ങനെ? ടെൽ മീ. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഞാനൊരു ലെക്ചർ തരേണ്ട കാര്യമുണ്ടോ? അറിയാനാണ്. സീരിയസ് ആണെന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്തു? ജീവിതത്തിന് അർത്ഥം തോന്നിക്കുന്ന ഒരാൾ വല്ലപ്പോഴും മനസ്സിന്റെ വാതിൽ തുറന്ന് കടന്നു വരും. അപ്പോ കാര്യം സീരിയസ് ആവുന്നു. യു ഷുഡ് ട്രൈ പോയട്രി. കവിത എഴുതാറുണ്ട് ചിലപ്പോ. എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും പഠിക്കണം. പലതും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് അറിയുന്നത്. ഒരു ബോർഡ് മിസ് ചെയ്തത് ഏതായാലും വലിയ അത്യാഹിതമായില്ല. ഭാഗ്യം. വാസന്തി ഒരു സിമ്പിൾ ഗേളാണ്. അവളൊരു സിംഗപ്പൂർ ധനികന്റെ മകനെ വിവാഹം കഴിക്കുന്നതാണ് ലോജിക് പ്രകാരം ശരി. സ്നേഹത്തിനെന്ത് ലോജിക്? മലയാളത്തിൽ ഒരു കവിതയിലുണ്ട്, കന്യമാർക്ക് നവാനുരാഗങ്ങൾ, കമ്രശ്വരന് സ്ഫടികവളകൾ. കാൺട്ട് ഫോളോ. വർണ്ണപ്പകുട്ടുള്ള കുപ്പിവളകൾ മാറ്റിയിടും പോലെയാണ് കന്യകമാർക്ക് പ്രേമങ്ങളെന്ന്. ക്ലാസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു. ചോദിക്കുന്നതിൽ വിഷമമില്ലല്ലോ. എത്ര പ്രാവശ്യം കുപ്പിവളകൾ മാറ്റിയിട്ടുണ്ട് മിറാന്റെ? നല്ല നിറമുള്ളതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല മിസ്റ്റർ രാജേന്ദ്രൻ. വരട്ടെ.